ഹലോ ഗായ്സ്, നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടം പോലെ ലോൺ ഉണ്ടല്ലേ. ലോൺ എടുക്കുന്നത് വരെ രസമാണ്, പക്ഷേ എടുത്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ റീപേയ്മെൻറ്റ് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും. അന്നേരം മുതലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുന്നത് ഇല്ലേ. അങ്ങനെ നമ്മൾ ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. എന്താണെന്നല്ലേ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് ലോണിൻ്റെ ഷെഡ്യൂൾ വാങ്ങിച്ചിരിക്കണം. സാങ്ഷൻ ലെറ്ററും വാങ്ങിക്കണം, ഷെഡ്യൂളും വാങ്ങിക്കണം. എന്തിനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലോണിനെ പറ്റി ഒരു നല്ല ധാരണ വരണം. എത്ര ലോൺ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, എത്ര നാൾ നമ്മൾ അടയ്ക്കണം, അതിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നത്, എന്നാണ് നമ്മുടെ ലോൺ തീരുന്നത്. ഈ കാര്യങ്ങൾ നോർമലി ഇത് ഹോം ലോണിന് നമുക്ക് ആപ്ലിക്കബിൾ ആവത്തില്ല, കാരണം റേറ്റ് ചേഞ്ച് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് കാലാവധി കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ബാക്കി നോർമൽ പേഴ്സണൽ ലോണിനും വെഹിക്കിൾ ലോണിനും ഒക്കെ ഇത് ആപ്ലിക്കബിൾ ആവും. നമ്മളപ്പം ഈ സാങ്ഷൻ ലെറ്റർ വാങ്ങിച്ച് നമ്മൾ ആദ്യത്തെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ EMI ഡേറ്റ് ആണ്. ഇപ്പം നമ്മൾക്ക് ഓരോ ബാങ്കിനും EMI ഡേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ആയിരിക്കും, ചിലത് സെക്കൻഡ്, തേർഡ്, അങ്ങനെ 5th 7th വരെയൊക്കെ പോകാറുണ്ട്. ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മളുടെ ഡേറ്റ് നമ്മൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ EMI ഡേറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5-ാം തീയതിയാണ് നമ്മുടെ EMI ഡേറ്റ് എങ്കിൽ നമ്മൾ വിചാരിക്കും 5-ാം തീയതി ആണല്ലോ എൻ്റെ EMI ഡേറ്റ്, 5-ാം തീയതി കൊണ്ട് കാശിട്ടേക്കാം എന്ന് വിചാരിക്കരുത്. നമ്മൾ 4-ാം തീയതി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ട് വെച്ചേക്കണം. 4-ാം തീയതി ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 3-ാം തീയതി എങ്കിലും ഫണ്ട് റേസ് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം തീയതി ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പോകുന്നത് ECS ആയിരിക്കും. അപ്പോൾ നമ്മൾ 5-ാം തീയതി കൊണ്ടിട്ട് അതിനകത്ത് ബാലൻസ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം തീയതി നമ്മുടെ ECS ബൗൺസ് ആവും. ബൗൺസ് ആയാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മിനിമം 450 രൂപയും അതിൻ്റെ ടാക്സും പിടിക്കും. ഇത് ബാങ്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഡിഫറൻസ് വരാം, പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പോകും. അതേമാതിരി നമ്മൾ ലോൺ എടുത്തിരിക്കുന്ന അവരും ബൗൺസ് ചാർജ് അടിക്കും. അങ്ങനെ രണ്ട് സ്ഥലത്തുനിന്നും നമ്മുടെ കാശ് പോകും. കാശ് പോകുന്നത് പിന്നെ പോട്ടെ, ഇപ്പോഴത്തെ പുതിയ ചില ബാങ്കുകളുടെ ഒരു പോളിസിയൊക്കെ അനുസരിച്ചിട്ട് നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ലോണിന് ഈ മാസം കൊണ്ടേ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എൻ്റെ പഴയ എക്സിസ്റ്റിംഗ് ലോൺസിൽ റീസെൻ്റായിട്ട് 3 മാസം, ചില ആൾക്കാർ 6 മാസം വരെ പറയുന്നുണ്ട് ബൗൺസ് പാടില്ല. 3 മാസം നിർബന്ധമായിട്ടും ബൗൺസ് വരാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ ബൗൺസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത 3 മാസത്തെ ഈ റീപേയ്മെൻറ്റ് പക്കയായതിനു ശേഷം മാത്രമേ ഫയൽ റീലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളൊരു അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടത്തില്ലാതെ വരും. അപ്പം നമ്മളവിടെ സ്ട്രഗിൾ ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് EMI ഡേറ്റ് നമ്മൾ നിസ്സാരമായിട്ട് കളയരുത്. EMI ഡേറ്റിന് മുന്നേ എല്ലാവരും ഫണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഇഷ്ടം പോലെ ലോൺസ് ഒക്കെ എടുക്കാൻ പറ്റും. അതേമാതിരി നമ്മുടെ റീപേയ്മെൻറ്റ് ട്രാക്ക് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ബൈ.